ആ, അങ്ങനെ അങ്ങോട്ട് പോവാതെ. ഇത്ര നേരം എന്നെ വായി നോക്കി നിന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പിന്നെ നീ ഇതെങ്ങോട്ടാ ഓടുന്നേ? അവന്റെ പറച്ചിൽ കേട്ടതും ആഹു അവനെ നോക്കാതെ മുഖം കുനിച്ചു പിടിച്ചു. അത് കണ്ടതും ചിത്തു അല്പം കൂടെ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. ഈ നോട്ടം മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് മാത്രമായി തന്നേക്കാവൂ? ചിത്തുവിന്റെ ചോദ്യം കേട്ടതും ആഹു മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണിൽ അവന്റെ ചോദ്യം നിറച്ച ഞെട്ടൽ പ്രകടമായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലാവഞ്ഞിട്ടാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതോ? എന്തായാലും വളച്ചു കെട്ടില്ലാതെ പറയാം. എനിക്ക് തന്നെ കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. എന്താ തന്റെ അഭിപ്രായം? ജിത്തുവിന്റെ ചോദ്യത്തിൽ ആഹു വായും തുറന്ന് അവനെ നോക്കി നിന്നുപോയി. അവളുടെ നിൽപ്പ് കണ്ടതും ജിത്തു അല്പം കൂടെ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. കുളി കഴിഞ്ഞിറങ്ങി അവന്റെ ശരീരത്തിൽ നിന്നുള്ള ചെറു തണുപ്പ് തന്നിലേക്ക് വ്യാപിക്കുന്നതായി തോന്നിയ ആഹുവിന്. ദേവേട്ടാ! അവൻ വീണ്ടും തന്നിലേക്ക് അടുക്കുന്നെന്ന് തോന്നിയ നിമിഷം ആഹു അവന്റെ നെഞ്ചിൽ കൈ ചേർത്ത് തടഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നാൽ അവളുടെ വിളി കേട്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ഇന്നോളം ആരും തന്നെ വിളിച്ചിട്ടില്ലാത്ത പേര് അവൾ മാത്രമായി വിളിച്ചത് കേട്ട് അവന് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. എന്താ വിളിച്ചേ? അവന്റെ ചോദ്യം കേട്ടതും ആഹു അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. അവന്റെ കണ്ണിൽ കാണുന്ന സന്തോഷം തന്നിലേക്കും പടരുന്നതായി തോന്നി അവൾക്ക്. ദേവേട്ട എന്നാ വിളിച്ചേ? ഈ ഭൂമിയിൽ അഹാനയ്ക്ക് മാത്രം വിളിക്കാൻ അവകാശമുള്ള പേര്, അഹാനയ്ക്ക് മാത്രം സ്വന്തമായത്. ആഹുവിന്റെ ആ പറച്ചിലിൽ അവന്റെ ചുടികൾ മനോഹരമായി വിടർന്നു. അതേ ചിരിയോടെ അവളെ ചേർത്ത് പിടിക്കാനായി മുന്നോട്ട് വന്നതും ആഹു അവനെ തള്ളി മാറ്റി ഡോർ ലക്ഷ്യം വെച്ച് ഓടിയിരുന്നു. ഇതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട് മിസ്റ്റർ ദേവജിത്ത്. ഇപ്പൊ താഴേക്ക് വന്നാൽ വല്ലതും കഴിക്കാം. വാതിൽപ്പടിയിൽ നിന്നും അത്രമാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആഹു താഴേക്ക് ഓടിയിരുന്നു. അവളുടെ ഓട്ടം കണ്ട് ഒരു ചിരിയോടെ അവനും അവിടെ നിന്നു. ആഹു താഴേക്ക് വരുമ്പോ എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു. എന്തോന്നാണടി, ഏട്ടനെ വിളിക്കാൻ പോയിട്ട് സമയം എത്രയായി? താഴേക്ക് ഇറങ്ങി വരുന്ന ആഹുവിനെ കണ്ടതും ധ്രുവ് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടാണ് മറ്റുള്ളവരും അവളെ ശ്രദ്ധിച്ചത്. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ചെല്ലുമ്പോ ദേവേട്ടൻ കുളിക്കുമായിരുന്നു. അതും പറഞ്ഞ് ആഹു മാളുവിന്റെ അരികിലായി ഇരിപ്പുറപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർ അവളുടെ ദേവേട്ടൻ എന്ന വിളി കുടുങ്ങിയിരിപ്പായിരുന്നു. ദേവേട്ടനോ? അതെന്താ ആ ഏട്ടൻ? ഇത് ചോദിച്ചതും ആഹു ഒന്ന് ഞെട്ടി. ആ ഞെട്ടൽ പിള്ളേരെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തു. അത് അത് പിന്നെ ജിത്തു ചേട്ടൻ. ദേവജിത്ത് എന്നല്ലേ പുള്ളിയുടെ പേര്. അതാ ഞാൻ പറഞ്ഞേ. അതിന് ഏട്ടനെ എല്ലാവരും ജിത്തു എന്നല്ലേ വിളിക്കുന്നേ? ധ്രുവ വിടാൻ ഉദ്ദേശമില്ലെന്ന പോലെ വീണ്ടും ചോദിച്ചു. ഇവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ആഹാരം കഴിക്കാനായി ജിത്തു ഇറങ്ങി വന്നത്. വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ കേട്ടതിനാൽ താഴെ നടക്കുന്നതിനെ കുറിച്ച് ഏകദേശ ധാരണ അവന് കിട്ടിയിരുന്നു. അതിപ്പോ അങ്ങനെ തന്നെ വിളിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് വായിൽ വന്നത്. ഞാനത് വിളിച്ചു. ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യം ധ്രുവിനെ നോക്കിയും പിന്നീട് ഇറങ്ങി വന്ന ജിത്തുവിനെ നോക്കിയും ആഹു ചോദിച്ചു. എനിക്കെന്ത് കുഴപ്പം? താൻ തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. ജിത്തുവിന്റെ മറുപടി കൂടെ ആയതും പിള്ളേർക്കൊക്കെ പലതും മനസ്സിലായി തുടങ്ങിയിരുന്നു. എന്നാലും ഒന്ന് മതിയാക്ക് പിള്ളേരെ. അവൾ ഒരു പേര് വിളിച്ച് ഇത്ര ചോദ്യം ചെയ്യാൻ എന്താ ഉള്ളത്? മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ നോക്കില്ല. ധ്രുവ വീണ്ടും എന്തോ പറയാൻ വന്നത് ശ്രീദേവി അവരുടെ രക്ഷയ്ക്കെത്തി. അതോടെ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ച് എല്ലാവരും ആഹാരം കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിക്കലെല്ലാം കഴിഞ്ഞതും പിള്ളേരെല്ലാം കൂടെ കുളക്കടവിലേക്ക് പോയി. ഓരോ പടികളിലായി ഓരോരുത്തർ സ്ഥാനം പിടിച്ചിരുന്നു. ഓ, ഈ സ്ഥലം എന്ത് അടിപൊളിയാ! വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ തോന്നുന്നുണ്ട്. കുളക്കടവിലെ അവസാന പടിയിലായി ഇരുന്നു കൊണ്ട് ഋതു പറഞ്ഞു. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടെങ്കിൽ നീ സ്ഥിരമായിട്ട് ഇവിടെ കുടിക്കോടി. ഇവിടെ പലരും ഇങ്ങോട്ട് വരാൻ റെഡി ആയിട്ട് ഇരിപ്പാണ്. ആഹുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഋതുവിനോടായി ദിവ്യ പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ പലരും കണ്ടുപിടിച്ച വഴി എനിക്ക് വേണ്ട ചക്കരേ. ഇവിടെ ഇഷ്ടം പോലെ മുറിയില്ലേ, അതിലൊന്ന് നീ എനിക്ക് തന്നേക്കടി. ഞാൻ നല്ല വാടക തന്നേക്കാം. ഓ, ഒന്ന് മതിയാക്ക് പിള്ളേരെ. ഏതു നേരവും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, പോലീസ് അമ്മ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. സത്യം പറ, നിങ്ങൾ നീലിച്ചേച്ചിയും തമ്മിൽ പ്രേമല്ലേ? ധ്രുവാണ്. ദേ ചെറുക്ക, എണീറ്റ് പൊക്കോണം. അവൻ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ ചേട്ടാ? മാള് ചോദിച്ചു. എന്റെ പൊന്നു മോളെ, നിങ്ങൾക്കിത് എന്താ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്. പിന്നെ ചില ഇൻഫർമേഷൻ കിട്ടുന്നത് ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗം മാത്രമാണ്. നീരു പറഞ്ഞു. ഭാവിയിൽ വേണമെങ്കിൽ മാറി ചിന്തിക്കാമല്ലോ. എനിക്ക് ചേച്ചി നല്ലോണം അങ്ങോട്ട് ഇഷ്ടായി. ദിവ്യ പറഞ്ഞു. ഡിഡി മതി. പറഞ്ഞു എങ്ങോട്ടാ എല്ലാം കൂടെ? ഞാൻ കലിപ്പായി. അതിന് പിള്ളേരെല്ലാം മനോഹരമായി ഒന്ന് ചിരിച്ചു കൊടുത്തു. വീണ്ടും ഓരോ കാര്യങ്ങളെ അവരുടെ സംസാരം നീണ്ടു. പെട്ടെന്നാണ് നീരുവിനൊരു കോൾ വന്നത്. കോൾ കണ്ടതും അവൾ അതെടുത്ത് അല്പം മാറി നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നു. കോൾ കട്ടായതും ധ്യാന അരികിലേക്ക് വിളിച്ച് എന്തെല്ലാം പറയുന്നതും പിള്ളേർ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞതും ഇരുവരും തിരികെ എത്തി. ഗൈസ്, ഞാൻ പോകുവാണ്. ഒരു അർജന്റ് വർക്കുണ്ട്. ഇനിയും വരില്ലേ ചേച്ചി? ദിവ്യ ചോദിച്ചു.
ഉറപ്പായും വരും. ഇപ്പൊ അത്യാവശ്യം ആയതുകൊണ്ടാണ്. ഞാൻ വിളിക്കാം. ബൈ ബൈ ഗൈസ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നീരു പോയി. നീരുവിന്റെയും ധ്യാനിന്റെയും മുഖഭാവത്തിൽ നിന്ന് കാര്യം സീരിയസ് ആണെന്ന് തോന്നിയതിന് പിള്ളേരാരും അതിനെപ്പറ്റി ചോദിച്ചതുമില്ല. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, എനിക്ക് ചെറിയൊരു തലവേദന പോലെ, അല്പനേരം കിടക്കട്ടെ. ധ്യാൻ പറഞ്ഞതും ദിവ്യ അവനരികിൽ എത്തിയിരുന്നു. ഏട്ടാ, നല്ല വേദനയുണ്ടോ? അത്രയ്ക്കൊന്നും ഇല്ലടാ, കുറച്ച് സമയമായില്ലേ സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അതിന്റെ ആവും. ഒന്ന് കിടന്നാ ശരിയാകും. എന്നാ ഏട്ടൻ വാ, ഞാൻ ബാമിട്ട് തരാം, അപ്പൊ പെട്ടെന്ന് കുറയും. അതും പറഞ്ഞ് ദിവി ധ്യാനിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് നടന്നിരുന്നു. ആ, ഏട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനായി. ഇനിയിപ്പൊ ഇടം വലം തിരിയെ അവൾ സമ്മതിക്കില്ല. ധ്രുവ പറഞ്ഞു. എടാ, അതൊക്കെ അവൾക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? ഹരി പറഞ്ഞു. അത് ശരിയാ, അവളുടെ സ്നേഹത്തിന്റെ അളവ് ഹരിസാറിന് നന്നായിട്ട് അറിയാലോ. ആഹുവാണ്. അതെ അതെ, ധ്രുവം പറഞ്ഞു. അതെന്താ അങ്ങനെ ഒരു വർത്തമാനം? എന്തോ കൊള്ളിച്ചു പറയുന്ന പോലെ. ഹരി അവരെ ഒന്ന് കോർപ്പിച്ചു നോക്കി. നിനക്ക് കൊണ്ടിട്ടുണ്ടേ നിനക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാകും, ജിത്തു പറഞ്ഞു. ദേ, എന്റെ വായിന്ന് കേൾക്കരുത്, എനിക്കെന്ത് കള്ളത്തരം? ഹരി ചോദിച്ചു. അതിപ്പോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? നാളുമാണ്. നിങ്ങൾക്കൊക്കെ എന്താ? ഹരിയും കലിപ്പായി. മതിയാക്ക് പിള്ളേരെ. ഹരി, വളച്ചു കെട്ടൊന്നും ഇല്ലാതെ ഉള്ള കാര്യം ഞങ്ങൾ ചോദിക്കാം. രുദ്രനും നമ്മുടെ മോളും തമ്മിൽ എന്താ ബന്ധം? ഗൗരവത്തോടെയുള്ള നന്ദന്റെ ചോദ്യം കേട്ടതും ഹരി ഒന്ന് ഞെട്ടി. അതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു. അവർ തമ്മിൽ എന്ത് ബന്ധം? ഏട്ടാ, ഇത് എന്തൊക്കെയാ പറയുന്നത്? ദേ, ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് അക്ഷരം മാറ്റി വിളിപ്പിക്കരുത്. ധ്രുവാണ്. ഹരി, രുദ്രനും ദിവ്യയും തമ്മിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ബന്ധമുണ്ടെന്ന് ഈ പിള്ളേർക്ക് സംശയമുണ്ട്. അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഉള്ള സത്യം പറയാൻ നോക്ക്, അല്ലെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം, ജിത്തു പറഞ്ഞു. വേണ്ട, ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് വാ മോനെ ചേട്ടാ, എന്നാ പിന്നെ തുടങ്ങിക്കോ. ധ്രുവ അതും പറഞ്ഞ് ഹരിക്ക് നേരെ തിരിഞ്ഞിരുന്നു. വെള്ളത്തിൽ കാലിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഋതു എഴുന്നേറ്റ് ധ്രുവിനരികിൽ വന്നിരുന്നു. എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ടതും ഹരി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ സംശയം സത്യമാണ്. രുദ്രന് ദിവ്യ മുൻപേ അറിയാം. എങ്ങനെ? എന്നിട്ട് ഏട്ടൻ എന്താ അവളെ കാണുമ്പോ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്തത്? ആഹു ചോദിച്ചു. ഓ, ഫ്ലോ കളയാതെ ഒന്ന് മിണ്ടായിരിക്കടി, അങ്ങേരൊന്നും പറയട്ടെ. ഇടയെ കയറിയ ആഹുവിനെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു. സോറി സാർ, പറഞ്ഞോളൂ. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഞാൻ ട്രിവാൻഡ്രം പോയത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി രുദ്രനെ കാണുന്നത്. അവന്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി. എന്റെ പൊന്നമ്മേ, ഞാൻ വൈകിട്ട് വന്നിട്ട് വിളിക്കാം. ഇപ്പൊ തന്നെ ഞാൻ ലേറ്റ് ആണ്. ട്രെയിനിങ് സെന്ററിലേക്ക് പോകാൻ ലേറ്റ് അതിന്റെ വെപ്രാളത്തിൽ ഫ്ലാറ്റും പൂട്ടി ഇറങ്ങിയതാണ് ഹരി. എൻട്രൻസിലേക്ക് എത്തിയതും ഒരു മഹേന്ദ്ര താർ വന്ന് നിന്ന് ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള വരവായതിന് ഹരി ഞെട്ടി ഒരടി പിന്നിലേക്ക് മാറി. എവിടെ നോക്കിയടാ നടക്കുന്നത്? ചാവാൻ വരെ വണ്ടിയൊന്നും കിട്ടിയില്ലേ? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നവന്റെ ദേഷ്യത്തോടുള്ള സംസാരമാണ് ഹരി ആ ഞെട്ടലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. മുന്നിലേക്ക് നോക്കിയതും കണ്ടു തനിക്കരികിൽ ദേഷ്യത്തിൽ നിൽക്കുന്നവനെ. നീ ഒന്ന് അടങ്ങിക്ക്, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, നീ ചെന്ന് വണ്ടി കയറിക്കേ. ഓ, ഒന്ന് പോടാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ മറ്റൊരുവൻ അയാളെ പിടിച്ചു വലിച്ച് തിരിച്ച് വണ്ടിയെ കയറ്റുന്നത് ഹരി നോക്കി നിന്നു. അയാളെ വണ്ടിയെ കയറ്റിയത് കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ തിരികെ ഹരിക്കരികിലേക്ക് തന്നെ വന്നു. ബ്രദർ, സോറി. അവൻ അല്പം ദേഷ്യത്തിലായിരുന്നു. വണ്ടി എടുത്തപ്പോ തന്നെ ശ്രദ്ധിച്ചതുമില്ല. ഏയ്, അത് കുഴപ്പമില്ല, ഫോൺ വിളിച്ച് വന്നതുകൊണ്ട് ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ചിരിയോടെ ഹരി മറുപടി പറഞ്ഞു. ഒരിക്കൽ കൂടെ സോറി പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പോയി. അവരുടെ വണ്ടി പോയത് ഹരിയും അവിടെ നിന്നും പോയിരുന്നു. ഏയ് ബ്രോ. വൈകിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് റൂം തുറക്കാൻ നേരത്താണ് ആ വിളി ഹരി കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയതും കണ്ടു കുറച്ച് അകലെ നിന്നും നടന്നു വരുന്ന രാവിലെ കണ്ട ചെറുപ്പക്കാരനെ. ഹരി അവരെ നോക്കി ഒന്ന് ചിരിച്ചു. രാവിലെ തന്നോട് മാപ്പ് പറഞ്ഞ ചെറുപ്പക്കാരനാണ് തന്നെ വിളിച്ചതെന്ന് ഹരിക്ക് മനസ്സിലായിരുന്നു. ഹേ ബ്രോ, ഇവിടെയാണോ താമസം? ആ അതെ. അത് കലക്കി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണ് താമസം. ഞാൻ രോഹിത്. ഹരിശങ്കർ. തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് കൈ ചേർത്തുകൊണ്ട് ഹരിയും പറഞ്ഞു. പെട്ടെന്നാണ് തനിക്ക് മുന്നിലേക്ക് മറ്റൊരു കൈ നീണ്ടുവന്നത് ഹരി കണ്ടത്. രാവിലെ തന്നോട് ദേഷ്യപ്പെട്ട ചെറുപ്പക്കാരനാണെന്ന് കണ്ടത് ഹരി ചെറുതായൊന്ന് അമ്പരന്നു. എങ്കിലും ഒരു ചിരിയോടെ തന്നെ ആ കൈ ചേർത്തിരുന്നു. രുദ്രാക്ഷഗ്നിഹോത്രി, രുദ്രൻ എന്ന് വിളിക്കും. ഓ, നൈസ് ടു മീറ്റ് യു ഗൈസ്. ആക്ച്വലി ഐ എം സോറി. രാവിലെ ഞാൻ അല്പം ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തത്. റിയലി സോറി ഫോർ ദാറ്റ്, രുദ്രൻ പറഞ്ഞു. ഏയ്, അത് വിട്ടേക്ക്, ഞാനും ശ്രദ്ധിക്കാതെയാണ് നടന്നത്. അപ്പോ ഫ്രണ്ട്സ്? ഇരുവർക്കും ഇടയിൽ കയറിക്കൊണ്ട് രോഹിത് പറഞ്ഞു. അതിന് മറുപടിയായി നിറഞ്ഞ ചിരിയായിരുന്നു ഇരുവരുടെയും മറുപടി. അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ സൗഹൃദം. പിന്നീടുള്ള ദിവസങ്ങളിൽ കുടുംബം, സുഹൃത്തുക്കൾ എല്ലാം അവരുടെ സംസാര വിഷയമായിരുന്നു. ഭാര്യയുടെ വാക്കുകളിൽ കൂടുതൽ നിറഞ്ഞു നിന്നിരുന്ന ദിവ്യ എന്ന അവന്റെ കുഞ്ഞു പെങ്ങളായിരുന്നു. രുദ്രന്റെ അച്ഛന്റെ നിർബന്ധം കാരണം
ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി അവരുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വന്നതായിരുന്നു രുദ്രനും രോഹിത്തും. രാവിലെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങുന്നതും വൈകിട്ട് എത്തുന്നതും എല്ലാം മൂന്നാളും ഒരുമിച്ചായിരുന്നു. പതിവ് പോലെ ട്രെയിനിങ് സെന്ററിലേക്ക് ഇറങ്ങിയതാണ് ഹരി. പതിവില്ലാതെ രോഹിത്തിനെ മാത്രം കണ്ടതും ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. രുദ്രൻ എവിടെ? അവന് ചെറിയൊരു പനി പോലെ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുത്തിയിട്ടുണ്ട് ഞാൻ. ഒരു ഫയൽ ഓഫീസിൽ എത്തിക്കണം, അത് കഴിഞ്ഞ് ഉടനെ ഞാൻ വരും. ഹോസ്പിറ്റൽ വല്ലതും പോണോടാ? നല്ല കഥ. എന്റെ പൊന്നു മോനെ, അവൻ അതിനൊന്നും വരില്ല. ഇത് തന്നെ ഞാൻ പിടിച്ചിരുത്തിയതാണ്. എന്നാ ശരി, ഞാൻ പോട്ടെടാ. ലേറ്റ് ആയാൽ ശരിയാവില്ല. ഞാൻ വൈകിട്ട് വന്നിട്ട് അവനെ കണ്ടോളാം, ഹരി പറഞ്ഞു. ഓക്കേടാ. വൈകിട്ട് വന്ന ഉടനെ ഹരി രുദ്രന്റെ ഫ്ളാറ്റിലേക്ക് പോയിരുന്നു. അവൻ ചെന്നതും അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ട് നേരെ അവിടേക്ക് ചെന്നതും കാണുന്നത് കാര്യമായി എന്തോ ചെയ്യുന്ന രോഹിത്തിനാണ്. നീ ഇതെന്താ ചെയ്യുന്നേ? ആ, നീയായിരുന്നോ? നീ എങ്ങനെ അകത്ത് കയറി? അവൻ ഡോർ ഓപ്പൺ ചെയ്ത് തന്നോ? അതിന് ഡോർ ലോക്ക് ആക്കണം. അത് ചെയ്യാതെ ഇവിടെ നിന്നാൽ ആരെങ്കിലും വന്നാൽ പോലും നീയൊന്നും അറിയില്ല. അത് പോട്ടെ, നീ എന്താ ചെയ്യുന്നേ? ഞാൻ അവന് വേണ്ടി കുറച്ച് കഞ്ഞി ഉണ്ടാക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവൻ ലാപ്പ് എടുത്ത് വെച്ച് പണി തുടങ്ങി. റെസ്റ്റ് എടുക്കാൻ ഇരുത്തിയിട്ട് പോയിട്ട് അത് ചെയ്തത് പോലുമില്ല. ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി. വരുമ്പോ ആശാന് നല്ല പനി. പിന്നെ ഒന്നും നോക്കില്ല, തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാഞ്ഞേ? അല്ല, എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അവൻ എന്തേ? ഒന്ന് നിർത്തി നിർത്തി ചോദിക്കടാ. കുഴപ്പമൊന്നുമില്ല, നോർമൽ ഫീവർ ആണ്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ലൈറ്റ് ഫുഡ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. അവനകത്ത് റൂമിലുണ്ട്. രോഹിത് പറഞ്ഞതും ഹരി മുറി ലക്ഷ്യം വെച്ച് നടന്നിരുന്നു. പിന്നാലെ രോഹിത്തും. രണ്ടാലും റൂമിലേക്ക് ചെന്നതും കാണുന്നത് ഫോൺ നോക്കിയിരിക്കുന്ന രുദ്രനെയാണ്. ഡാ, നിനക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ബാം തന്നിട്ട് പോയത്? എന്നിട്ടാണോ നീ ഫോൺ നോക്കിയിരിക്കുന്നത്? രുദ്രൻ അരികിലേക്ക് ചെന്ന് ഫോണും പിടിച്ചു വാങ്ങിക്കൊണ്ട് രോഹിത് ചോദിച്ചു. ഡാ, ചുമ്മാ കളിക്കാതെ ഫോൺ തന്നെ ഇങ്ങോട്ട്. നീ ചൂടായിട്ടൊന്നും കാര്യമില്ല. തലവേദനയും വെച്ച ഫോൺ നോക്കാൻ പറ്റില്ല. അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. രോഹിത്തിന് അരികിലേക്ക് വന്നുകൊണ്ട് ഹരിയും പറഞ്ഞു. ആ, നീയും ഉണ്ടായിരുന്നോ? ആ, പൊന്നുമോൻ കുറച്ചു സമയം അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കും. ഞങ്ങൾ ചെന്ന് നിനക്കുള്ള കഞ്ഞിയായിട്ട് വരാം. അതുവരെ ഫോണൊക്കെ ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ. അതും പറഞ്ഞ് ഹരിയും രോഹിത്തും പോയി. രുദ്രൻ വിളിച്ചെങ്കിലും രണ്ടാളും അത് ശ്രദ്ധിക്കാതെ റൂം പുറത്തുനിന്ന് ലോക്കാക്കി. ഫോൺ എടുത്തുകൊണ്ട് രണ്ടാളും പോയതും എന്ത് ചെയ്യണമെന്നറിയാതെ രുദ്രൻ വെറുതെ സീലിംഗ് നോക്കി കിടന്നു. ആ കിടപ്പ് അവന് വല്ലാത്ത മടുപ്പ് നൽകുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ചുറ്റും നോക്കിയ രുദ്രൻ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ഫോണാണ്. സ്ക്രീനിൽ കാണുന്ന നന്ദേട്ട എന്ന പേരിനൊപ്പം നന്ദനോട് ചേർന്ന് നിൽക്കുന്ന ഹരിയുടെ ചിത്രം കണ്ടതും അത് ഹരി പറഞ്ഞ അറിവ് വെച്ച അത് അവന്റെ മൂത്ത സഹോദരനാണെന്ന് രുദ്രന് മനസ്സിലായിരുന്നു. ഒന്ന് മടിച്ചു നിന്ന ശേഷം രുദ്രൻ രണ്ടും കൽപ്പിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. അങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് ശബ്ദം എത്തിയിരുന്നു. ഹലോ ഏട്ടാ. നന്ദനെ പ്രതീക്ഷിച്ച് കോളെടുത്ത രുദ്രൻ അപ്പുറത്തു നിന്നുള്ള പെൺകുട്ടിയുടെ ശബ്ദം കേട്ടത് ഒന്ന് സംശയിച്ചു. തൊട്ടടുത്ത നിമിഷം തന്നെ അത് അവന്റെ കുഞ്ഞിപ്പെങ്ങളാണെന്ന് രുദ്രന് മനസ്സിലായി. ഹലോ. രുദ്രൻ മറുപടി പറഞ്ഞത് മറുപുറം നിശബ്ദമായി. ഇതാരാ? എന്തിനാ എന്റെ ഏട്ടന്റെ ഫോൺ എടുത്തേ? അപ്പുറത്തു നിന്നുള്ള ദേഷ്യവും സംശയവും നിറഞ്ഞ ശബ്ദം കേട്ടത് രുദ്രനിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു. ഞാനോ? ഞാൻ ഹരിയുടെ ഒരു ഫ്രണ്ടാണ്. എന്റെ ഏട്ടനെ വണ്ടി അടിക്കാൻ നോക്കിയ കലിപ്പൻ ചേട്ടനാണോ? ആണോ? തനിക്ക് എന്താ തോന്നിയത്? ഞാൻ കലിപ്പനാണെന്ന് തോന്നിയോ? ഇല്ലല്ലോ, പാവാണെന്ന് തോന്നുന്നു. ആണോ? തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഞാൻ പാവാണെന്നേ. എന്റെ പേര് ദിവാംശി എന്നാ. ദിവി എന്നാ വിളിക്കുക. ആണോ? അതെല്ലാവരും വിളിക്കുന്ന പേരല്ലേ. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഞാൻ അംശി എന്ന് വിളിക്കാം. അംശിയോ? അത് കൊള്ളാലോ, എനിക്ക് ഇഷ്ടായി. അപ്പൊ ഞാൻ എന്താ വിളിക്കുക? അംശി എന്നെ ദക്ഷ എന്ന് വിളിച്ചോ? കൊള്ളാം, എനിക്ക് ഇഷ്ടായി. വീണ്ടും അവരുടെ സംസാരം തുടർന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ഫോൺ കോളിലൂടെ തന്നെ ഇരുവർക്കും ഇടയിൽ ഒരു നല്ല സൗഹൃദം ഉടലെടുത്തിരുന്നു. ഹരിയും രോഹിത്തും വരുമ്പോ കാണുന്നത് ഫോണിൽ ചിരിയോടെ സംസാരിക്കുന്ന രുദ്രനെയാണ്. കോളിൽ ദിവ്യാണെന്ന് അറിഞ്ഞത് ഹരി ഫോൺ വാങ്ങി സംസാരമായിരുന്നു. അന്നു മുതൽ ദിവി ഹരിയെ വിളിക്കുന്നത് തന്നെ രുദ്രനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായി. രുദ്രന്റെയും ദിവ്യയുടെ അടുപ്പം ഹരിക്കും രോഹിത്തിനും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ദിവസങ്ങൾ ചെല്ലും തോറും ആ സൗഹൃദം വളർന്നുകൊണ്ടിരുന്നു. പതിവ് പോലെ ഹരിയുടെ ഫോണിൽ കൂടെയുള്ള സംസാരത്തിലാണ് ഇരുവരും. ദക്ഷ്, നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ആണല്ലോ. സംശയമുണ്ട് എന്റെ അംശിക്കുട്ടിക്ക്? അതൊന്നുമില്ല. നമ്മൾ ഇത്ര ഫ്രണ്ട്സ് ആയിട്ടും പരസ്പരം കണ്ടിട്ടില്ലല്ലോ. ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. എന്റെ ഫോട്ടോ ഹരിയേട്ടൻ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ പോലും വേണ്ടെന്ന് പറഞ്ഞത് എന്തിനാ? ദേവിയുടെ ചോദ്യത്തിൽ ചെറിയ പരിഭവം അടങ്ങിയത് രുദ്രന് മനസ്സിലായിരുന്നു. തന്നെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായിരുന്നു. സൗഹൃദത്തിന് രൂപം, നിറം ഒക്കെ ആവശ്യമുണ്ടോ അംശി? എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല. നല്ലൊരു സൗഹൃദമാണ് അത് ഹൃദയത്തിൽ തുടങ്ങി ഹൃദയത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അവിടെ പരസ്പരം സ്നേഹം, വിശ്വാസം, ആത്മാർത്ഥത ഒക്കെ തന്നെ ധാരാളമാണ്. ജാതിയോ മതമോ നിറമോ ശബ്ദമോ രൂപമോ ഒന്നും അതിന് നിർബന്ധമല്ല.
പരസ്പരം കാണാതെ പോലെ നമ്മുടെ സൗഹൃദം അത്രയും മനോഹരല്ലേ? ഇതിനും ഒരു ഭംഗിയില്ലേ? ഇതങ്ങനെ തന്നെ പോട്ടെ. തമ്മിൽ കാണാൻ എന്നാണോ നമുക്ക് വിധിയുള്ളത് അന്ന് നമ്മൾ നേടിക്കാണും. അതിന് വല്ലാത്തൊരു ഭംഗിയാണെടോ. രുദ്രന്റെ വാക്കുകൾ ഓരോന്നും ദിവ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു കുഞ്ഞു വാശി. അതോടെ അവൻ പറഞ്ഞ പോലെ ദൈവം വിധിക്കുമ്പോൾ മാത്രം തമ്മിൽ കണ്ടാ മതിയെന്ന് അവളും തീരുമാനിച്ചു.